ചേഞ്ച് യുവർ നെയിം, നിൻ്റെ പേര് മാറ്റുക. ചേഞ്ച് യുവർ നെയിം മീൻസ് ചേഞ്ച് യുവർ ക്യാരക്ടർ. God is about character and not gifting. ദൈവത്തിന് നമുക്ക് വലിയ ഗുണങ്ങളും വലിയ വരങ്ങളൊക്കെ തരുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം അവൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റുക എന്നുണ്ട്. വി ആർ ദ ലൈറ്റ്, 7 spirits of God. ദൈവത്തിന് 7 സ്പിരിറ്റിനെ കുറിച്ച് യെശയ്യാ 11:2 പറയുന്നുണ്ട്. യഹോവയുടെ ആത്മാവിനെ തന്നെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെ ആത്മാവ്, യഹോവഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്. ഇങ്ങനെ 7 ആത്മാക്കൾ, യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെയും 7 ആത്മാക്കളെക്കുറിച്ച് 7 ആത്മാക്കളും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. ദൈവം സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ പുതുസൃഷ്ടിയാകണം, ദൈവത്തിൻ്റെ മക്കളാകണം. ദൈവത്തിന് നിർബന്ധമാണ് നമ്മൾ ദൈവത്തെ പോലെ ആകണം, ദൈവ സ്വഭാവമുള്ളവരായി മാറണമെന്ന്. അപ്പോൾ ഇത് ഇന്നർ ചേഞ്ച്, അകത്തെ മനുഷ്യൻ്റെ മാറ്റമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു പ്രവാചകൻ, അദ്ദേഹം സ്വർഗത്തിൽ പോയപ്പോൾ ഏലീശ പ്രവാചകനെ കണ്ടു. ഏലിയ പ്രവാചകനെ കണ്ടു. അപ്പോൾ ഏലിയ പ്രവാചകൻ വളരെ തമാശ പറയുന്ന ആളാണെന്ന് അദ്ദേഹം ആയിരിക്കണമല്ലോ. ജീവിച്ചിരുന്ന കാലത്തും ബാൽ വിഗ്രഹങ്ങളെ കളിയാക്കുകയും ഉച്ചയ്ക്ക് ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് തീയുടെ ശുശ്രൂഷ ചെയ്ത ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തിൽ തീയുടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൽ നിൽക്കുന്നവർക്ക് പുതു സൃഷ്ടിയാകുമ്പോൾ പുതിയ പേരിടും. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ, ഇപ്പോഴുണ്ടോയെന്ന് അറിയത്തില്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേര് മാറ്റും. ഇപ്പോൾ പഴയ അമേരിക്കയിലൊക്കെ അത് വളരെ കുറവായി കേൾക്കുന്നു ഞാൻ. അപ്പോൾ നമ്മുടെ പേര് മാറ്റിയിട്ട്, പേര് മാറ്റുമ്പോൾ അവിടെ ഭവനം മാറി, നമ്മുടെ ജീവിതം മാറി, നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ജീവിക്കുക. പിന്നെ നമ്മുടെ ഭവനം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്ത്രീകൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പുരുഷൻ വേണമെങ്കിൽ അങ്ങോട്ട് പോയി ജീവിക്കണം, ആ ഒരു ലെവലാണ് മാറിപ്പോയി. ദൈവത്തിൻ്റെ തത്വങ്ങൾക്ക് വിപരീതമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുടുംബങ്ങൾക്കൊന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ആകെക്കൂടെ കുടുംബം എന്തെന്ന് തന്നെ നിർവചിക്കുന്നത് പോലും മാറിയിരിക്കുന്ന ഒരു കാലം. ആ ഒരു കാലയളവിൽ അനേക മക്കൾ ഈ സത്യവചനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അത് ചിലർ ഓൺ ദ റൂഫ് ടോപ്പ്, അതായത് വീടിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും. ചിലർ സാധുക്കളുടെ ഇടയ്ക്കായിരിക്കും പോയി പറയുന്നത്. ദ സ്ലം ഏരിയ, ചിലർ റോഡ് സൈഡിലായിരിക്കും വിളിച്ചു, ചിലർ പള്ളികളിലായിരിക്കും, ചിലർ സഭകളിലായിരിക്കും. എവിടെയാണേലും ആവശ്യമുണ്ട്. നമ്മളത് ചെയ്യാതിരുന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ഭൂമിയിൽ നിന്ന് കുറഞ്ഞു പോകാൻ. കാരണം വേർ ദി ഓൾട്ടർ ഈസ്, ദാറ്റ് ഈസ് ദ വൺ വിച്ച് ഡിക്റ്റേറ്റ്സ് ദ റൂളിംഗ് അതോറിറ്റി ഇൻ ദാറ്റ് ഏരിയ. ഏത് ഓൾട്ടറാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പള്ളികളുടെ ചുറ്റും താമസിക്കുന്നവർക്ക് അവിടുത്തെ ഒരു സ്വാധീനത്തിനകത്ത് വരുമ്പോൾ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആളുകൾ ജീവിക്കുന്നതാണ്. ഞാൻ പുത്തൻകാവിലെ പള്ളിയിലാണ് എൻ്റെ ഭവനം, എൻ്റെ വീട്. ഒറിജിനലി ഐ കം ഫ്രം പുത്തൻകാവ് സെൻറ്റ് മേരീസ് ചർച്ചിലെ അംഗമ. അപ്പം അവിടെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അവർ ഈ റാസ ചെയ്യുമ്പോൾ ഒരു സ്ഥലം മുഴുവനും ഈ രോഗം വരാതിരിക്കത്തക്ക വിധത്തിൽ അവർ തിരി കത്തിച്ചുകൊണ്ട് ആ സ്ഥലത്തൂടെ നടക്കുന്നത് കാണാം. എൻ്റെ അമ്മയുടെ കാലത്ത്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞാൻ നോട്ട് ചെയ്തിട്ട് എവിടെയെല്ലാം അവരാ തിരി കത്തിച്ച് നടന്ന് മാർക്ക് ചെയ്യുന്നു. അതിനകത്തൊന്നും വലിയ മാരക രോഗമുള്ളവരെ ആദ്യം കേട്ടിട്ടില്ല. എന്നാൽ ഇപ്പം അത് മാറുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒന്നുകിൽ അതിൻ്റെ ആത്മാവിൻ്റെ ശക്തി കുറഞ്ഞോ അതോ ചെയ്യാതിരുന്നിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വി ആർ റിയലി മാർക്കിംഗ് ദ ടെറിറ്ററി. ജൂറിസ്ട്രിക്ഷൻ എന്ന് പറയും. നമ്മളൊരു സ്ഥലത്തിൻ്റെ ആധിപത്യം ഏറ്റെടുക്കുകയാണ്. ആ ഒരു ചർച്ചിന് ആ സ്ഥലത്തൊരു ആധിപത്യം, ഒരു സഭയ്ക്ക് ആ ഒരു സ്ഥലത്ത് ഒരു ചർച്ചോ ഒരു സഭയുടെ പ്രാധാന്യമാണ് ആ സ്ഥലത്തെ ഭരിക്കേണ്ടത്. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. വി ഹാവ് ബിക്കം നമ്മൾ എന്താ പറയുക, കേവിനകത്ത് ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗണമായി മാറുന്നു എന്ന് സംശയം. അപ്പം ഏലിയാവിനെ കണ്ടപ്പം ഏലിയാവ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചോദിച്ചു. അപ്പോൾ ഏലിയാവിനോട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഈ സെഡ്, അവിടെ ലാംഗ്വേജ് ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് അവർക്ക് അപ്പുറത്ത് റീഡ് ചെയ്യാം, അവർ ചിന്തിക്കുന്നത് നമുക്ക് വായിക്കാം. അതാണ് ദർ ഇസ് ദി ഓൺലി ഓൺ എർത്ത് വി നീഡ് ടു സ്പീക്ക്.
ഇൻ ഹെവൻ അതുപോലെ തന്നെയല്ലേ നമ്മളിപ്പോൾ ആത്മാവ്, ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഞാനും നിങ്ങളും സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല. ഐ എം സ്പീക്കിംഗ് ഫ്രം മൈ ഇൻസൈഡ്. എൻ്റെ ഉള്ളിലൊരാത്മാവ്, ചിലപ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കും. അപ്പോൾ ഞാൻ ദൈവശബ്ദം കേൾക്കുമ്പം ദൈവം എന്നോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പ്രമിച്ചതാണ്. പക്ഷെ ഞാൻ ഈ ചെവി കൊണ്ടല്ല കേൾക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് കേട്ടത്? I used to think like that. What was the organ that picked up the voice of the living God? അപ്പോൾ നമുക്ക് അകത്ത് കേൾക്കുന്ന ആത്മാവിന് ചെവിയുണ്ട്, ആത്മാവിന് കണ്ണുണ്ട്. നമ്മൾ ദർശനങ്ങൾ കാണും. നമ്മൾ ദർശനങ്ങൾ കാണുമ്പം നമ്മളിങ്ങനെ വരാൻ പോകുന്ന, എൻ്റെ കൂടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ച് പറയും, ഷീ ഈസ് വെരി യങ്. ആ കുട്ടി എന്നോട് പറയും, ആൻറ്റി ഞാൻ ഒരിടത്ത് പോകുമ്പം കാണാൻ പോകുന്ന ആളുകൾ എൻ്റെ വീട്ടിൽ ആ കുട്ടി 2-3 ദിവസം വന്ന് താമസിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, തലേ ദിവസം നാളെ വരാൻ പോകുന്ന, അതായത് നാളെ വരാൻ പോകുന്ന ആളുടെ മുഖം ആ കുട്ടിക്ക് വരും. അപ്പോൾ അവർ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആ കൊച്ചു പറയും, ഇതാരാ ആൻറ്റിയുടെ എന്ന് ചോദിക്കും. ഇന്നലെ ഞാൻ ഈ ആളിനെ കണ്ടല്ലോ. ഹൗ ഡു ദിസ് സേ? ദേ സീ വിത്ത് ദി ഇന്നർ ഐ. ദാറ്റ് ഇന്നർ ഐ ഈസ് സോ പവർഫുൾ ദാൻ ദി ഔട്ടർ ഐ. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നതെന്ന് അറിയത്തില്ല. ബട്ട് ദീസ് ആർ ദി അബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പം ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ സ്വർഗ്ഗം വരെ പോകേണ്ട ആവശ്യമില്ല. വി ക്യാൻ ടോക്ക് റൈറ്റ് നൗ വിത്ത് ഹിം. വെൻ ഐ ആം ടോക്കിംഗ് ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. വെൻ യു ഓപ്പറേറ്റ് ഇൻ ദ വേർഡ് ഓഫ് നോളജ്, ഇറ്റ് ഈസ് എ ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. അതായത് അതെങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞത്? അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആദ്യമൊക്കെ നമുക്ക് ഫിസിക്കൽ ലവ് ആണ് ആദ്യത്തേത്. അതെല്ലാം കഴിഞ്ഞ് പ്രായമാകുമ്പോഴത്തേക്ക് ആ ഫിസിക്കൽ ലവ് മാറിയിട്ട് ആത്മാവിൻ്റെ ഒരു സ്നേഹം വരും. അതിന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ അധികം ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സിറ്റിംഗ് റൂമിൽ ഇരുന്നാൽ ഞാൻ വന്ന് ഇവിടെ കൂടെ ഇരിക്കത്തേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും പറയൂല. പറയാൻ വാ തുറന്നാൽ തന്നെ പരിശുദ്ധാത്മ പറയും, ഇപ്പോൾ പറയേണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ വേണ്ടതില്ല. പിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇപ്പം വാഗൊണ്ട് പറയുന്നത്, രാവിലെ നടക്കാൻ പോകുമ്പം സ്റ്റേഡിയത്തിൽ, തിരുവല്ല സ്റ്റേഡിയത്തിൻ്റെ അവിടെ നടക്കാൻ പോകും. സ്റ്റേഡിയത്തിൻ്റെ അവിടെ നടക്കാൻ പോകുമ്പം ഒന്നുകിൽ സ്റ്റേഡിയത്തെക്കുറിച്ചുള്ള സങ്കടത്തെക്കുറിച്ച് പറയും, അല്ലെ നമുക്ക് അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ബിക്കോസ് വി ആർ ടോക്കിംഗ് ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻ ദി സിറ്റിംഗ് റൂം വി ഡോണ്ട് കമ്മ്യൂണിക്കേറ്റ് മച്ച്, ബട്ട് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദി സ്പിരിറ്റ് റലമിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. വി നോ വി ആർ വൺ. അതാണ് ആ ഒരു അതേ കണക്ഷനാണ് ദൈവവും നമ്മളുമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒത്തിരി ജൽപ്പനം ചെയ്ത് ദൈവത്തെ വിളിച്ചുകൊണ്ട് വരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹീ ഈസ് വിത്ത് us. കമ്മ്യൂണിക്കേറ്റ്, ടോക്ക് ടു ഹിം, ഹിയർ ഫ്രം ഹിം, ടോക്ക് ടു ഹിം. അവൻ നമ്മുടെ അന്തരാത്മാവിനെ ഉണർത്ത്. അപ്പം നമ്മൾ ഈ ഒരു കാലയളവെന്ന് പറയുന്നത് വി ആർ ആക്ച്വലി ദ ഓറ ഓഫ് ഗോഡ്, ദ ലൈറ്റ് ഓഫ് ഗോഡ് ഈസ് ഓൺ ഇറ്റ്. നമ്മൾ ക്രിസ്തുവിൽ മരിച്ചിട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. നമ്മളും ജഡത്തിൽ മരിച്ചു, ക്രിസ്തുവിൽ ജീവിക്കുക. സോ വി ആർ ഡെഡ് മാൻ വാക്കിംഗ് ഇൻ ദ നാച്ചുറൽ റലം. ബിക്കോസ് നമ്മൾ ശരീരം മരിച്ചിട്ട് അന്തരാത്മാവിൻ്റെ ശക്തിയല്ല ഇപ്പം നടക്കുന്നത്. ദി ആർ ഓൾ ബ്യൂട്ടിഫുൾ തിങ്സ്. ദ ലൈഫ് ഐ ഹാവ് ഈസ് ദ ലൈറ്റ്. ദ വാക്കിംഗ് ന്യൂ ക്രിയേഷൻ, ആക്ച്വലി നമ്മളൊരു വാക്കിംഗ് ന്യൂ ക്രിയേഷനാണ് ഈ ലോകത്തിൽ. നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സബ്ജക്റ്റൊന്നും ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പണ്ട് മാഗസീൻസ് വായിക്കുന്നൊന്നും ഇപ്പം നോക്കാറില്ല. പണ്ട് കാണുന്ന ടി വി പ്രോഗ്രാം ഒന്നും ഇപ്പം കാണും. പണ്ട് കാണുന്ന സിനിമകളൊന്നും നോക്കുന്നേ ഇല്ല. ബിക്കോസ് വി ആർ എ ന്യൂ ക്രിയേഷൻ. പ്രായം ചെന്നുകൊണ്ടൊന്നുമല്ല. വി ആർ റിയലി, ദ സ്പിരിറ്റ് ഈസ് ഡിസേണിങ് വാട്ട് ഈസ് ദ റൈറ്റ് ആൻഡ് വാട്ട് ഈസ് ദ റോങ് ആൻഡ് ടേക്കിംഗ് അപ്പ് ദ റൈറ്റ് തിങ്. യെശയ്യാ 46 ദാനിയേലിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദ സ്റ്റാച്യു ദാറ്റ് വാസ് മെയ്ഡ് ഇൻ ദ ഗോൾഡൻ, തലയായിട്ട് കാല് ഇരുമ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയത്. അതാണ് ദാനിയേലിൻ്റെ കാലത്ത് രാജാവിനെക്കുറിച്ച്, അന്നത്തെ രാജാക്കന്മാരെക്കുറിച്ച് കാണിച്ചത്. നമ്മൾ ഈ ഇരുമ്പും മണ്ണും കൂടെ ചേർന്ന കാലയളവിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ദി എൻഡ് ടൈം. ദ ഹോൾ തിങ് വിൽ കൊളാപ്സ്. വൺ ടൈം ഇറ്റ് വിൽ ഓൾ കൊളാപ്സ്. അതിൻ്റെ ആ ടൈമിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ യേശുവിലാണോ ജീവിക്കുന്നത്? ദൈവം തമ്പുരാൻ പഴയ നിയമത്തിൽ 46 യെശയ്യാ 46:10 പറയുന്നു, 10:11 ഞാൻ പ്രസ്താവിക്കും, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിക്കും, ഞാൻ അനുഷ്ഠിക്കും. എത്രയിടത്താണ്? ഞാൻ 4 പ്രാവശ്യം. ഞാൻ പ്രസ്താവിക്കും, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിക്കും, ഞാൻ അനുഷ്ഠിക്കും. പിന്നെ എന്നാ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊന്നും ചെയ്യാനില്ല.
ജസ്റ്റ് ജോയിൻ വിത്ത് ഹിം. എന്നിട്ട് എൻജോയ് ദ ലൈഫ്. എൻജോയ് മീൻസ് എൻജോയ് ദ സ്പിരിറ്റ് റെലം. മരണമില്ലാത്ത ഒരു റെലം നമുക്കുണ്ട്. അതിലേക്ക് കയറി വരുന്നത്, അത് കയറി വരുന്നവരെ എനിക്കറിയാം. I really I don't have much of worldly friends now. Most of my friends are in that realm ഉള്ളവർ. That is a different feeling. The only time I communicate with the ordinary people is when I am to give them the absolute truth about God. അപ്പം നമ്മൾ എല്ലാവരും വിശുദ്ധ സ്ത്രീകളാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ വെച്ച് പറഞ്ഞാണ് റോമൻസ് 8:14 യേശുവിൻ്റെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുന്ന വരെ നമ്മൾ കാത്തിരിക്കണം. എന്നും നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, walk in the fullness of your destiny. You need to see God. You need to see God. Recognizing who you are, trusting in the word and becoming a passionate lover of God. യേശുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. Focus with intent and expectation. Trust God. Faith is persistence. Set your heart on the Lord. ദൈവത്തിലേക്ക് ആശ്രയിക്കുക. ദൈവം നമ്മളെ നടത്തട്ടെ. നാഥ, പേര് മാറ്റുമ്പോൾ സ്വഭാവമാണ് മാറ്റുന്നത്. ഞങ്ങളുടെ സ്വഭാവം എങ്ങനെ മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പുതുസൃഷ്ടികളായി. പിന്നെ പഴയതിന് ഒരു പ്രസക്തിയില്ല. പഴയ ഇന്ന ആളെങ്ങനെയായിരുന്നു, എൻ്റെ വല്യപ്പൻ അങ്ങനെ ആയിരുന്നു, വല്യമ്മ അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏകസത്യ ദൈവമാകുന്ന നിൻ്റെ സ്വർഗമണ്ഡലത്തിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്കും കൂടെ അത് പറഞ്ഞു കൊടുത്ത് ഇറ്റേണൽ ലൈഫിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ജീവിപ്പാനും അനേകരെ ആ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുവരും ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു പൂന്തോട്ടമായി മാറണം. അതിലില്ലാത്ത ഒന്നുമില്ല. അപ്പച്ചൻ പറയുന്നുണ്ടല്ലോ, മരുഭൂമി ഉദ്യാനം വനമായിട്ടും മാറും. കർത്താവിൻ്റെ പൂന്തോട്ടങ്ങളാക്കി ഞങ്ങളെ മാറ്റണം. കർത്താവ് യോഹന്നാൻ്റെ 15 പറയുന്നതോട് അപ്പച്ചൻ മുന്തിരിയും ഞങ്ങൾ മുന്തിരിവള്ളികളും പിതാവ് തോട്ടക്കാരനുമായി മാറി നിന്നാൽ ഞങ്ങൾ ദിനംപ്രതി ധാരാളം ഫലം കായ്ക്കുന്ന മുന്തിരികളായിട്ട് മാറും. ഫലം കായ്ക്കാത്തതിനെ ചെത്തി വെടിപ്പാക്കണം. അപ്പച്ചൻ അത് തലമുറകളുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളെ ദിനംപ്രതി തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നാഥൻ തരുന്ന ഈ വലിയ കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.